ഹായ് ഫ്രണ്ട്സ്, സവാളയും തക്കാളിയൊന്നും വഴറ്റാണ്ട് അല്പം ഓയിലിൽ ഒരു ഫ്രൈഡ് ചിക്കൻ മസാല തയ്യാറാക്കിയാലോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, അതുപോലെ അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാൽ ഞാനിവിടെ ജാർ എടുത്ത് വെച്ചിട്ട് ജാറിലോട്ട് 3 വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, ഈ 1 സ്പൂൺ 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് പാനിലോട്ട് 1 സവാള ഇതുപോലെ ചോപ്പ് ചെയ്തതും അതുപോലെ തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടി ചേർത്തിട്ട് എല്ലാം കൊണ്ട് കൈ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അതൊന്ന് സോഫ്റ്റ് ആയ രീതിയിൽ കിട്ടും. ഇനി നമുക്കതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്ന. ചിക്കൻ ഇതിനെക്കാട്ടി ഒന്നുകൂടി വലുതാക്കി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ നിങ്ങൾ ചിക്കൻ എടുക്കുന്ന സമയത്ത്. ഇനി എല്ലാം കൂടി നല്ല രീതിയിൽ കുഴച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തോട്ട് മാറ്റാവുന്നതാണ്. ഇനി മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി മസാല നമുക്കൊന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മസാല നല്ല രീതിയിൽ വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു പാനിലോട്ട് അല്പം മാത്രമേ ഇവിടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കൂടുതലൊന്നും ഓയിൽ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ചിക്കൻ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി 2 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ മുകളിൽ അല്പം ചപ്പും കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.